അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന എങ്ങനെ JK താമസിക്കാൻ വരികയാണെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതിനുശേഷം അർച്ചനയും മുകുന്ദനും അനന്തവും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ പോയ സമയത്ത് ആ തന്ത്രി ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അർച്ചനയുടെ അടുത്ത്, അർച്ചനെ നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇവിടുത്തെ തന്ത്രി വരുന്നുണ്ട്, അവർക്ക് ഫാമിലി ആയിട്ട് അവിടെ താമസിക്കാൻ വേണം എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയും, അയ്യോ സോറി തന്ത്രി, അത് പിന്നെ ഞങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു, വാടകയ്ക്ക് കൊടുത്തു, ആ JK എന്ന് പറയുന്ന എഴുത്തുകാരന് കൊടുത്തു എന്ന് പറയും. ആണോ, ആ JK എഴുത്തുകാരനെ, പ്രശസ്തമായ എഴുത്തുകാരനല്ലേ, അയാൾക്കാണോ ചോദിക്കുമ്പോൾ അതെ അയാൾക്കാണ് എന്ന് പറയാം. സാരമില്ല, ഞാൻ ചോദിച്ചതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മുകുന്ദനും അനന്തനും പറയണം, ഈ തന്ത്രിയും കൂടി വന്ന് നോക്കാമായിരുന്നു, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയണ്ടേ, വേണ്ട, ഞാൻ ആ JK സാർക്ക് കൊടുത്തു, വാടക ഇത്തിരി കൂടുതലാണെങ്കിൽ നമുക്കത് മേനോൻ സാറോട് പറഞ്ഞ് ശരിയാക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അവർ അമ്പലത്തിൽ നിന്ന് തൊഴുകി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അതേ സമയത്താണ് ചന്ദ്രയും രുക്കുവും കൂടി അങ്ങോട്ടേക്ക് വരിക. രുക്കു അർച്ചനയെ കണ്ടതും ഇവരെയും കണ്ടതും, നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ, ഇന്ന് ഞങ്ങളെ അച്ചുവിൻ്റെ നാളിന് ഞങ്ങൾ വഴിപാട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേ സമയത്ത് അതിന് ഞങ്ങളാരും നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, നിങ്ങൾ എന്തിനു വന്നതാണെന്ന് ചോദിച്ചില്ലല്ലോ എന്നിങ്ങനെ അനന്തം ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിച്ചില്ല, കാരണം നിങ്ങൾക്കതിനൊന്നും ഓർമ്മയില്ലല്ലോ. ചന്ദ്ര പറയും, അതിന് അവർക്ക് എങ്ങനെ ഓർമ്മ, അച്ചു നമ്മുടെ അവിടെ വന്നിരിക്കുകയല്ലേ, അച്ചുവിൻ്റെ കാര്യങ്ങൾ നമ്മളല്ലേ ചെയ്യേണ്ടത്, പിന്നെ കേസും വലിയ വലിയ കാര്യങ്ങളും നോക്കി നടക്കുന്നവർക്ക് ഇതിനെവിടെ സമയം എന്നിങ്ങനെ ചന്ദ്ര പരിഹാസ രൂപേണ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അറിയാം, പിന്നെ നിങ്ങളുടെ കൂടെയാണല്ലോ ഇപ്പോൾ ചന്ദ്രകാന്തത്തിലാണോ താമസിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളാണല്ലോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അച്ചുവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കാണല്ലോ അറിയുക, നിങ്ങളാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. എങ്ങനെ നിങ്ങളെ ഫാമിലി മീറ്റ് വെച്ചിരിക്കുന്നത് ഞങ്ങളെ കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവന് നിങ്ങളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മുകുന്ദൻ അങ്ങനെ ദേഷ്യം വരികയാണ്. മുകുന്ദൻ പറയുന്നുണ്ട്, ഞാൻ ദാ ഇവിടെ ആയി, അല്ലെങ്കിൽ ഞാൻ നിനക്കിട്ട് വെച്ച് തന്നേനെ എന്നിങ്ങനെ പറയുമ്പോൾ രുക്ക് പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയില്ല ചെയ്തതൊന്നും, പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അവരെന്നിട്ട് അവർ തമ്മിൽ വാക്ക് തർക്കം നടക്കുകയാണ് കേട്ടോ. അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തിരി മിണ്ടാതിരിക്കുക, അവനെ നമുക്കറിയാലോ എന്നിങ്ങനെ പറയണം. പിന്നീട് പൂജാരി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആ പൂജാരിയോട് ചന്ദ്രയും രുക്കും കൂടി പറയും, ഇന്നേ അച്ചുവിൻ്റെ എന്താ നിങ്ങളിവിടെ വന്ന് നിൽക്കണമെന്ന് പൂജാരി ചോദിക്കുമ്പോൾ, ഒരു വഴിപാടുണ്ട്, ആ വഴിപാടിന് സീട്ടാക്കണം, അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അച്ചുവിൻ്റെ നാളാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പൂജാരി പറയും, അച്ചുവിൻ്റെ നാളോ, അച്ചുവിൻ്റെ നാളിന് പിന്നെ വക്കീൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് ഒഴിവില്ല എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ ചന്ദ്രയും രുക്കും അങ്ങനെ നാണം കെട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം അനന്തവിൻ്റെയും അവരുടെ 3 പേരുടെയും മുഖത്തൊരു ചിരി വരികയാണ് കേട്ടോ. പിന്നീട് അവർ ചോദിക്കുന്നുണ്ട്, അർച്ചന ചോദിക്കുന്നുണ്ട്, എന്നാ നിങ്ങൾക്ക് ഇത്ര മുഖത്തിനൊരു വിഷമം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനന്തനും മുകുന്ദനും കൂടി പറയുന്നുണ്ട് കേട്ടോ. മുകുന്ദൻ പറയുന്നുണ്ട്, അവൻ എന്നെ കാണണ്ടായിരിക്കും, പക്ഷേ ചിന്നുവിനെയും നിങ്ങളെയൊക്കെ അവനെ കാണാൻ ആഗ്രഹം ഉണ്ടാകില്ലേ, അവൻ ഫാമിലി മീറ്റിന് നമ്മളെ പറഞ്ഞില്ലല്ലോ, ചാന്ദ്രകാന്തത്തിലുള്ളവരെയല്ലേ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ചേച്ചി ഇതായിരുന്നോ ഫാമിലി മീറ്റിന് തടസ്സം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, നിങ്ങൾക്കറിയില്ലേ അച്ചുവിന്, നിങ്ങളെ എടുത്ത് നടത്തിയ കുട്ടിയല്ലേ, നിങ്ങളുടെ അനിയനല്ലേ, അവനറിയും, അവനൊരിക്കലും അവന് ഓർമ്മയുള്ളവരെ അവനൊരിക്കലും നമ്മളെ തെറ്റിദ്ധരിക്കില്ല, അവരെന്തോ പറഞ്ഞോട്ടെ, നമുക്ക് ഫാമിലി മീറ്റിന് നമുക്ക് പോകാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓഫീസിൽ പോകേണ്ടതല്ലേ, നിങ്ങൾ എന്തായാലും ഓഫീസിലേക്ക് പോകും എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന വണ്ടിയും കൊണ്ട് ഓഫീസിലേക്ക് പോകാൻ വരികയാണ്. അതേസമയം JK ഒരു ഓട്ടോറിക്ഷയിൽ വരികയാണ്. അർച്ചന ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അർച്ചനയുടെ വണ്ടി കേടാവുകയാണ് കേട്ടോ. അതേസമയം ദീപ്തി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന, കക്ഷികൾ ഇവിടെ തന്നെയുണ്ട്, നീ വരാതെ ഒരിക്കലും ഉണ്ടാവില്ല, അതൊരു പെറ്റി കേസാണ്, നീ തന്നെ വരണം, അല്ലാതെ പറ്റില്ല, അത് 3ാമത്തെ പ്രാവശ്യമാണ് എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എൻ്റെ വണ്ടി കേടുവന്ന് നിൽക്കുകയാണ്, ഞാൻ എന്താ ചെയ്യുകയെന്നറിയില്ല എന്ന് പറയുമ്പോൾ ദീപ്തി പറയേണ്ടത്, നീ കിക്കർ അടിച്ച് നോക്ക് എന്നിങ്ങനെ പറയണം. എല്ലാ കാര്യവും ഞാൻ ചെയ്തു, വണ്ടിക്ക് എന്തോ ബാറ്ററി എന്തോ തകരാറായിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ വല്ല ഓട്ടോറിക്ഷയും നോക്ക് പറയാണ്. അതേസമയം അവിടെ ഒരു ഓട്ടോറിക്ഷ വരും കേട്ടോ. ഓട്ടോറിക്ഷയ്ക്ക് കൈ കാട്ടുകയാണ് അർച്ചന, അത് JK ആയിരിക്കും കേട്ടോ. അത് JKയും ഓട്ടോറിക്ഷക്കാരനും പുറത്തിറങ്ങും. അർച്ചനയെ കണ്ടതും ചോദിക്കും JK, എന്താണാവോ വക്കീൽ സാർ ഇവിടെ നിൽക്കണത്, വണ്ടി ചത്തല്ലോ, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ലല്ല എന്നിങ്ങനെ പറയും. എങ്കിൽ എന്നാൽ ഓട്ടോറിക്ഷയിൽ കയറിക്കോളൂ, പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഇറക്കാം, ഏതായാലും കറക്റ്റ് സമയത്ത് ഓഫീസിൽ എത്തണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന അങ്ങനെ മടിക്കുകയാണ് കേട്ടോ.
അതേസമയം JK പറയുന്നുണ്ട് ഇന്ന് ഓട്ടോറിക്ഷക്കാരെല്ലാം പണി മുടക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ഓട്ടോറിക്ഷയിലൊന്നും കിട്ടില്ല എന്നിങ്ങനെ പറയും. അതേസമയം അർച്ചന പറയുന്നുണ്ട്, ഓട്ടോറിക്ഷക്കാരനോട് ചോദിക്കുന്നുണ്ട്, അതേ മേഡം ഇന്ന് എല്ലാ ഓട്ടോറിക്ഷകളും പണി മുടക്കുകയാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ ഓട്ടോറിക്ഷക്കാരനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മനസ്സോട് കൂടിയിട്ട് അർച്ചന പോകാൻ തീരുമാനിക്കുന്നത്. അതേസമയം ദീപ്തി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അർച്ചന പറയും 50-50 പൈസ എടുക്കണം, എങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയും. ഓ ആയിക്കോട്ടെ എന്ന് പറയും. അതിനുശേഷം അർച്ചന വണ്ടി കയറുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു താങ്ക്സൊക്കെ JK പറയുകയാണ്. ഞാനല്ല ശരിക്കും പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്, വക്കീലാണ് പറയേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം പിറുപിറുത്തും കൊണ്ട് അർച്ചന ഇങ്ങനെ വിചാരിക്കണം, ഓ ഇത് ഈ മനുഷ്യൻ എന്നെ എവിടെ പോയാലും ഇങ്ങനെ തന്നെയാണല്ലോ എന്നിങ്ങനെ പിറുപിറുത്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം JK ചോദിക്കേണ്ടത്, എന്താ വക്കീലെ പിറുത്ത് കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ എന്നിങ്ങനെ അർച്ചന വക്കീലിനോട് JKയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്.